പ്രകൃതിയിലൂടെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഒരു മരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആശയത്തിൽ ഏറ്റവും നല്ല ചിത്രം ആ മരത്തിൽ ചെയ്യുവാൻ സാധിക്കും. ഒരു മൂശാരിക്കാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ എല്ലാം കൊടുത്തിട്ടൊക്കെ പറഞ്ഞ വീഡിയോ അവിടെ പ്രധാനമായിട്ടുള്ള ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുന്നു. പൂജ കഴിഞ്ഞ് അടുത്ത പൂജ വരുന്നത്. അത് പോകുന്ന എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ചിരാത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫോൺ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഭംഗി എനിക്ക് എല്ലാവരും ഒരുമിച്ചാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായത്. ഇതാണ് ആ ഒരു എല്ലാ പൂജകളും അവിടെ നടക്കുന്നത്. അടുത്ത 3 പ്രാവശ്യം ആൾക്കാരെ വളം വെച്ച് അവിടെ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ വരുന്ന ഭക്തജനങ്ങൾ കടലിൽ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ കാപ്പിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്നെപ്പോലെ വീഡിയോ എടുക്കുന്ന ആളുകൾ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലം കാണുന്നതും ഈ ഒരു അമ്പലത്തിൻ്റെ ഉത്സവം. അപ്പോൾ എനിക്കെല്ലാം ഭയങ്കര കൗതുകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിന് തിക്കും തിരക്കുകളും കാര്യങ്ങളൊന്നും എല്ലാം സമാധാനപരമായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് അവിടെ വിഷുവിനെ അടുപ്പിച്ചായതുകൊണ്ട് തന്നെ വീടുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചറിയിലേക്ക് പോകാൻ അടുത്ത കാരണം ഞങ്ങളെല്ലാവരും പോയി. നമുക്ക് പോകുന്ന ടൈമിലാണ് ഞാൻ പറഞ്ഞില്ല നടക്കുന്ന ബുദ്ധിമുട്ട് രൂപം വരച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള രൂപമായിരുന്നു. വരച്ചത് ആരാണെന്നുള്ള അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റുന്നത്. ആ ഒരു പൂജ കഴിഞ്ഞതിന് ശേഷം പാണപ്പാട്ടാണ് തോന്നുന്നത്. അതായത് ഈ ഒരു കിരാതരൂപം എന്ന് പറയുന്നത് ശിവൻ കാട്ടാളനായിട്ട് ഭൂമിയിലേക്ക് വന്ന രൂപമായിരുന്നു. നല്ല നൈറ്റായിട്ട് കയറ്റി കിടന്നുറങ്ങുന്ന രംഗമാണ് കാണുന്നത്. പിന്നെ ആ ഒരു പാണപ്പാട്ട് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരാൾ വന്നിട്ട് അടുത്ത പൂജ ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ഒരു പൂജ കഴിയുമ്പോഴേക്കും അപ്പോൾ നിങ്ങളൊന്ന് ടൈം ആലോചിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു 12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പാണപ്പാട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ ഫോണിലിളക്കി ആ ഒരു വരച്ച രൂപം ഒന്നായിട്ട് ഇളകിക്കൊണ്ട്